Hello everyone, welcome to Jake Labs. So last video നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബഡ്ജറ്റിംഗ് ആണ്. ഇപ്പോൾ ബഡ്ജറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബഡ്ജറ്റ് കാറ്റഗറീസ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു കാറ്റഗറി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഗ്രോസറീസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഈ എൻ്റയർ മന്തിലോട്ട് ഒരു 10,000 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒന്ന് ഡെയിലി നമ്മൾ കടയിൽ പോയിട്ട് ഒരു പർച്ചേസ് നടത്തുമ്പോൾ, ഫോർ എക്സാമ്പിൾ പർച്ചേസ് നടത്തുമ്പോൾ നമ്മളത് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക. എത്ര എക്സ്പെൻസാണ്, ഒരു 200 പർച്ചേസ് ചെയ്തു, 300 പർച്ചേസ് ചെയ്തു, പിറ്റേ ദിവസം 400 പർച്ചേസ് ചെയ്തു, പിന്നെ 100 പർച്ചേസ് ചെയ്തു. നമ്മൾ ഡെയിലിയുള്ള നമ്മളെല്ലാ എക്സ്പെൻസസും ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 10,000 ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്തു, ഇനി ഇത്ര രൂപ ബാലൻസ് ഉള്ളൂ, നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരു മന്ത് ഉണ്ടായി കഴിയുമ്പോൾ ഏകദേശം നമ്മൾ ഓവർ എക്സ്പെൻസ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നുള്ള കാര്യം പറയാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, അതായത് ഷോപ്പിംഗ്, എല്ലാ കാറ്റഗറീസിലും ഇതേപോലെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മന്ത് എൻഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഏതൊക്കെ കാറ്റഗറീസിലാണ് നമ്മുടെ ക്യാഷ് ചിലവായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ചില കാറ്റഗറീസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തതിനേക്കാട്ടിലും കുറഞ്ഞ ക്യാഷ് ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക, ചിലതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളതിനനുസരിച്ച് നെക്സ്റ്റ് മന്തിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പോകും. ഇപ്പോൾ ഗ്രോസറീസ് വാങ്ങുമ്പോൾ ഇത്ര വാങ്ങിയാൽ മതി, ഇത്ര കുറയ്ക്കാം. അതേപോലെ തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ മാസം ഷോപ്പിംഗ് കുറയ്ക്കാം. അതുകൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിലോ ഇന്ന് ഇത്ര കഴിക്കണ്ട. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻകം എങ്ങനെയാണ് ഓവർ സ്പെൻഡ് ആയി പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ഷെയർ വിത്ത് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.